മാഷ് ഈ അന്വേഷണം കഴിഞ്ഞിട്ട് പാർട്ടി പരിശോധിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും പരിശോധിക്കുന്നത് മാഷ് ഈ അന്വേഷണത്തിൽ പി ശശി എന്തെങ്കിലും ക്രമക്കേട് കാണിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ അത് പാർട്ടി പരിശോധിക്കുന്നു. ഉറപ്പല്ലേ? ഒരു സംശയമില്ല. എന്തിനാ ഇത്ര വെപ്രാളം? ഒരു മാസം കൊണ്ട് കാര്യം തീരൂലേ? ഒരു മാസത്തെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വരുന്ന അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അയാൾ എന്താണ് വേണ്ടത് നമുക്ക് തീരുമാനിക്കാനുള്ള സൗകര്യം വരില്ലേ? അൻവർ എന്ന് പറയുന്നത് CPIM-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സഹയാത്രികനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്നതുമായ ഒരു കാര്യം വെച്ചുകൊണ്ട് കോൺഗ്രസിന് രാഷ്ട്രീയ സമരം നടത്തേണ്ടി വരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം രാഷ്ട്രീയത്തിന് മുൻകൈ ഈ പ്രതിപക്ഷത്തിന് കേരളത്തിലില്ല എന്നതാണ്. അതാ അതിൻ്റെ അർത്ഥം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടു. സംസ്ഥാന സെക്രട്ടറിന് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം PV അൻവർ MLA-യുടെ പരാതികളാണ്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ മറുപടി പറയുന്നുണ്ട്. മാത്രമല്ല അന്വേഷണം മുന്നോട്ട് പോകുമെന്നും ഇപ്പോൾ ADGP-ക്കെതിരായിട്ട് പത്തനംതിട്ട SP-ക്കെതിരായിട്ട് ഇപ്പോൾ സ്ഥാനം തെറിച്ച പത്തനംതിട്ട SP സുജിദാസിനെതിരായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകുമെന്നും അതിനനുസരിച്ച് വ്യക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചും ചോദ്യമുണ്ടായിരുന്നു. അതിനും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. ഇപ്പോൾ പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. DGP അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനായ DGP അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് അനുസരിച്ച് ഒരു മാസം കാത്തിരുന്നാൽ ആ റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ടിനനുസരിച്ച് എന്തായാലും നടപടികൾ ഉണ്ടാകുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത്. വളരെ സുപ്രധാനമായ കാര്യമാണ്. അൻവറിനെതിരായിട്ടാണ് ഇവിടെ സംസ്ഥാന സെക്രട്ടറി നിലപാടെടുത്തെന്ന് തോന്നുമെങ്കിലും പക്ഷേ വാക്കുകൾ പൂർണ്ണമായിട്ടും കേട്ട് കഴിഞ്ഞാൽ അൻവറിനെതിരായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ ആ വാക്കുകൾ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് കേൾക്കാം. നിലമ്പൂരിലെ MLA-യും CPIM സഹയാത്രികനും CPIM പാർലമെൻ്ററി പാർട്ടിയിൽ അംഗവുമായിട്ടുള്ള PV അൻവർ സംസ്ഥാന സർക്കാരിനും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കും നൽകിയിട്ടുള്ള പരാതി ഞങ്ങൾ പാർട്ടി സെക്രട്ടേറിയറ്റ് പരിശോധിച്ചു. പാർട്ടിയിൽ പരാതിയായിട്ട് ഉന്നയിച്ചിട്ടുള്ള സുജിത് ദാസിനെ ഇന്നിപ്പോൾ പത്തനംതിട്ട SP-യെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ച പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിച്ച സന്ദർഭത്തിൽ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭരണതലത്തിലുള്ള പരിശോധനയാണ് ഇതിനുണ്ടാവേണ്ടത് എന്ന അഭിപ്രായമാണ് പാർട്ടിക്ക് ഉള്ളത്. അത്തരത്തിലുള്ള പരിശോധിക്കുന്ന ഒരു അന്വേഷണ സംഘത്തെ ഫലപ്രദമായിട്ട് പരിശോധിക്കാൻ ശേഷിയുള്ളൊരു സംഘത്തെ തന്നെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് വാർത്തകളിലൊക്കെ വന്നിട്ടുള്ള തരത്തിലുള്ള പരിഹാസ്യമായ ഒരു കമ്മിറ്റിയല്ല നിലവിൽ വന്നത്. പോലീസിൻ്റെ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള തലത്തിലുള്ള DGP നേതൃത്വം നൽകുന്ന ഒരു സമിതിയാണ് അത്. അതിലും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ കേരളത്തിൽ പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടില്ല. ഏറ്റവും ഉയർന്ന കേരളത്തിലെ ഉദ്യോഗസ്ഥനാണ് DGP. അപ്പോൾ DGP-യുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈ സംവിധാനം ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ട് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് ആ സംഘത്തിന് തന്നെ DGP-യുടെ നേതൃത്വത്തിൽ നേതൃത്വം കൊടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റംഗങ്ങൾ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ DGP-യെ സഹായിക്കാനുള്ളവരാണ്. ഈ അന്വേഷണ റിപ്പോർട്ട് ഒരു മാസത്തിനകം ലഭിക്കുമെന്നാണ് വ്യക്തമാവുന്നത്. ആ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന കാര്യങ്ങളിൽ പാർട്ടി തലത്തിൽ പരിശോധിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കാര്യം ശക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കും.
തെറ്റായ സമീപനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും കർശനമായ നടപടി പാർട്ടി തലത്തിൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിക്കുന്ന എല്ലാ പരാതികളും ഇത്തരത്തിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്ന രീതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ ശക്തമായി തുടരുകയും ചെയ്യും. ഏത് പരിശോധിക്കുന്നില്ല? ഇല്ല, പരാതി നൽകിയില്ല. ഇല്ല, അല്ല, എഴുതി തന്നിട്ടുള്ള പരാതിയിലൊന്നും ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി അദ്ദേഹം എഴുതി തന്നിട്ടില്ല. പറയുമ്പോഴും ടി വിയിലൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞിരിക്കുകയാണ്. ആ പറഞ്ഞതിൻ്റെ അകത്ത് ഇന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. ടി വിയിൽ പറയുമ്പോൾ പറയുന്ന രീതിയിൽ വൈകായിട്ട് പറയുകയല്ലാതെ കോൺക്രീറ്റായിട്ട് ഇന്ന കാര്യങ്ങളാണ് എന്ന രീതിയിലൊന്നും പാർട്ടിയോട് ശശിയെ പറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശശിയെ സംബന്ധിച്ചിടത്തോളമുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അതെ, അല്ലല്ല, അത് ഞങ്ങൾ പാർട്ടി തലത്തിൽ പരാതി ലഭിച്ചാൽ പരാതി പാർട്ടി തന്നെ പരിശോധിക്കും. ഇപ്പോഴും അമ്മാതിരിയുള്ള ഒരു പരാതി ഉണ്ടായിട്ടില്ല. ശശിയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള ഒരു കാര്യത്തിലേക്കും ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അതാണ് ഞങ്ങളുടെ അടുത്ത്. നിങ്ങൾ എന്തൊക്കെയാ ഉയർന്നു വന്നത്? വഴിവിട്ട് അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുമല്ലോ. അതായത് അവരുമായി ബന്ധപ്പെട്ടതും അവരുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരട്ടെ. അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. പൊളിറ്റിക്കലായിട്ട് ശശിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടേയില്ല. അതുകൊണ്ട് ശശിയെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയപ്പെടുന്ന ഇപ്പം നമ്മുടെ മുമ്പിൽ യാതൊരു കാര്യവും ഇല്ല. ഇല്ല, പരാതിയിൽ എവിടെയില്ല. അല്ലല്ല, ഞങ്ങൾ ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതെല്ലാം ഒന്ന് തന്നെയാണ്. അതിപ്പോൾ ജയരാജൻ്റെ നടപടി സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ലല്ലോ. നമ്മൾ നടപടിയെടുത്തില്ലല്ലോ ജയരാജൻ്റെ പേരിൽ. പി ജയരാജൻ്റെ പേരിൽ ഒരു സംഘടന നടപടി എടുത്തിട്ടില്ലല്ലോ. ഇപ്പോഴും ഇല്ല. അത് സെൻട്രൽ കമ്മിറ്റി അംഗമാണ് പാർട്ടി സംഘടനാപരമായിട്ട്. അത് അന്ന് പോലെ ഇന്ന് പോലെ അതിലൊന്നും ഒരു മാറ്റമില്ല. ഉറപ്പല്ലേ, ഒരു സംശയമില്ല. അല്ലല്ല, അല്ലെങ്കിൽ അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതിനെ പറ്റിയല്ല, അല്ലെങ്കിൽ നിയമനത്തെ പറ്റിയല്ലല്ലോ അന്വേഷിക്കാൻ പോകുന്നത്. അവിടെ നടന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനാണ് ഇപ്പോഴും ഗവൺമെൻറ് തുറന്ന മനസ്സോടുകൂടി തീരുമാനിച്ചത്. അതിൽ അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ SP-യെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ വേണമെന്നുള്ളത് ഒരു മാസത്തിനുള്ളിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് തരും മുമ്പോട്ടേക്ക്. നീതീകരിക്കാൻ പറ്റാതെ അല്ല, അദ്ദേഹമല്ലോ അന്വേഷിക്കുന്നത്. അന്വേഷിക്കുന്നത് ആരാ? DGP-യാണ്. DGP-യുടെ ടീമാണ്. പേര് മാത്രം അല്ല, അയാളല്ല അന്വേഷിക്കുന്നത്. ഗവൺമെൻറ് തീരുമാനിച്ച ടീമാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് അയാളും കൂടി മാറ്റി നിർത്തുക എന്നുള്ള തീരുമാനം വന്നാലാണ് നിങ്ങൾക്ക് തൃപ്തിയാകുമെങ്കിൽ ആ തൃപ്തിക്ക് വേണ്ടി പറയാൻ ഞാനില്ല. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഗവൺമെൻറ് രാജിവെക്കണം എന്നുള്ള മുദ്രാവാക്യം രാഷ്ട്രീയമായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്നത്. നിങ്ങൾ ഇവിടെ രാജിവെക്കേണ്ടതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് അമ്മാതിരി വാർത്താരത്തിനൊന്നും കിടക്കണ്ട. അത് നമുക്ക് ആലോചിക്കാം. അന്വേഷണം വരട്ടെ. ഒരു മാസം എന്തിനാ ഇത്ര വെപ്രാളം? ഒരു മാസം കൊണ്ട് കാര്യം തീരുവില്ലേ? ഒരു മാസത്തെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വരുന്ന അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അയാൾ എന്താണ് വേണ്ടത് നമുക്ക് തീരുമാനിക്കാനുള്ള സൗകര്യം വരില്ലേ? അതിലെന്താ പ്രശ്നം? അയാളെ ജൂനിയറൊന്നുമല്ല പരിശോധിക്കുന്നത്. അയാളുടെ സീനിയറാണ്. അയാൾക്ക് അതിൻ്റെ അപ്പുറത്തൊരു ഉദ്യോഗസ്ഥൻ കേരളത്തിലില്ല. DGP-ക്ക് അപ്പുറം ആ DGP-യാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ മേലെ നിങ്ങൾ പണ്ടാരോ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കണ്ട. ആയിക്കോട്ടെ, അവരെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ലേ DGP അല്ലേ? പിന്നെ ആരെയും നിങ്ങൾ എടുക്കാൻ ലോകത്തിൻ്റെ വേറെ നിങ്ങൾ എടുത്തുകൊണ്ടിരാൻ പറ്റുമോ?
അല്ല ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ വെറുതെ ആവശ്യമില്ലാണ്ട് ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഉന്നയിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് DGPയുടെ നേതൃത്വത്തിലുള്ള ടീം, അപ്പോൾ DGPയെ സഹായിക്കാനുള്ള മറ്റുള്ളവരെയാണ് ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് ആരെയും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ തന്നെ അതെന്തുകൊണ്ടെന്ന് തീരുമാനിക്കേണ്ടിയില്ല. വരട്ടെ അന്വേഷണം. നിങ്ങൾക്കിപ്പോൾ ഒരു മാസത്തെ സാവകാശം വരുന്നത് കൊണ്ട് വലിയ അപകടം സംഭവിച്ചു പോകുന്നില്ലല്ലോ. നിങ്ങൾക്ക് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പണിയാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം തന്നെ പറയേണ്ടത് അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് ഇന്നത്തെ പത്രത്തിൽ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് നമുക്കറിയിക്കാം. ഇതിപ്പോൾ ഒരു മാസത്തേക്ക് അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയത്തോട് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാം. അല്ല, അത് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. അതിലെന്തെങ്കിലും കാര്യം കൃത്യമായിട്ട് പറയട്ടെ. അന്നേരം നോക്കാം. അൻവർ മാത്രമല്ല, അൻവറായാലും അൻവർ അല്ലെങ്കിലും ആരായാലും X or Y ആര് പരാതി പാർട്ടിയുടെ കേഡർമാരെ സംബന്ധിച്ച് പരാതി ഉന്നയിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പരാതി ഞങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും. പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. ഒരു മാറ്റവും ഞങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അൻവറിന്റെ മാധ്യമത്തിൽ വന്ന വാർത്ത വെച്ചുകൊണ്ടാണല്ലോ ഇവിടെ യൂത്ത് കോൺഗ്രസും സമരം നടത്തിയത്. അതാ ഞാൻ പറഞ്ഞത്. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കേവലമായിട്ടുള്ള ഒരു അന്വേഷണമാണെന്ന് നിങ്ങൾ ധരിക്കണ്ട. നിങ്ങൾ പറയുന്നതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് കോൺഗ്രസിന് UDF ഒന്നുമില്ല, കോൺഗ്രസിന് യൂത്ത് കോൺഗ്രസിന് സമരം നടത്താനും അതുപോലെ തന്നെ പോലീസിനെ കടന്നാക്രമിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഒരു സംശയവും അതിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. രാഷ്ട്രീയം തന്നെയാണ്. അതായത് നിങ്ങൾക്കെല്ലാമുള്ള രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതൊരു പ്രധാന ശരിയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരു ജനപ്രതിനിധിയായ പാർട്ടിയുടെ പാർട്ടിയുടെ അംഗമായിട്ട് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായൊരു ചോദ്യമാണ്. അങ്ങനെയല്ല. അല്ല, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ വായിക്കതൊന്നും വെക്കില്ല. അങ്ങനെയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഇങ്ങനെയല്ല. പിന്നെ ഒരു പാർട്ടി മെമ്പറോ പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല അൻവറിനുള്ളതുകൊണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ മുഴുവൻ അൻവറെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പരസ്യമായിട്ട് പറയല്ല വേണ്ടത് എന്നുള്ളത് സത്യമാണ്. അതാ ഞാൻ പറഞ്ഞത്. ഒരു അടിസ്ഥാനമില്ല അതിന്, ആ പ്രചരണത്തിനൊന്നും. മുഖ്യമന്ത്രിക്ക് ഓഫീസിൽ മാത്രമല്ല കേരളത്തിലുടനീളം നിയന്ത്രണമുണ്ട്. ഓഫീസ് നിങ്ങൾ വിചാരം ഓഫീസല്ല, ഒരു ഓഫീസൊന്നുമല്ല. ഈ കേരളത്തിൽ മുഴുവൻ മുഖ്യമന്ത്രിക്ക് വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായിട്ട്. രാഷ്ട്രീയമാണ്. അല്ല, അൻവറിൻ്റെ രാഷ്ട്രീയമല്ല. അൻവറിനല്ലോ സമരം നടത്തുന്നത്. സുധാകരനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അല്ലേ സമരം നടത്തുന്നത്. അവരെ രാഷ്ട്രീയമാണ്. അവരെ രാഷ്ട്രീയമാണ്. അല്ലല്ല, അൻവറിന്റെ വെളിപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ രാഷ്ട്രീയ ഉപകരണമാക്കി രാഷ്ട്രീയ സമരം നടത്താൻ വേണ്ടിയിട്ട് UDF ഇല്ല, കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും മുന്നോട്ടേക്ക് വരുന്നു മാത്രമേ. അൻവർ പറയുന്നത് കേട്ട് സമരം നടത്തേണ്ടി വരുന്ന പ്രതിപക്ഷത്തിന്റെ ഒരു പരാജയത്തെ പറ്റി നിങ്ങൾ തന്നെ ഒരു ആലോചിച്ചോ? ഞാനൊന്നും പറയുന്നില്ല. അതാണ് പ്രതിപക്ഷം. അതാണ് കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷം. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. അൻവർ എന്ന് പറയുന്നത് CPIM-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സഹയാത്രികനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്നതുമായ ഒരു കാര്യം വെച്ചുകൊണ്ട് കോൺഗ്രസിന് രാഷ്ട്രീയ സമരം നടത്തേണ്ടി വരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം രാഷ്ട്രീയത്തിന്റെ മുൻകൈ ഈ പ്രതിപക്ഷത്തിന് കേരളത്തിലില്ല എന്നതാണ്. അതാ അതിന്റെ അർത്ഥം. അതൊക്കെ നമുക്ക് നോക്കാം. അൻവറിന്റെ പിന്നിലോ? അൻവറിന്റെ പിന്നിൽ ആരുമില്ല. അൻവർ തന്നെ
ജനങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പാർട്ടി സൈബർ ടീം